ഇരട്ടകൾ തമ്മിൽ വലിയ സ്നേഹമൊക്കെയാണ്. പക്ഷേ എപ്പോഴാ അടി കൂടുന്നതെന്ന് പറയാൻ പറ്റിയല്ല. വളരെ അപൂർവമായി മാത്രം തമ്പുരാൻ തെരഞ്ഞെടുത്ത ദമ്പതികൾക്ക് സമ്മാനമായി നൽകുന്ന ഈ മഹാദാനം അത് ഏറ്റുവാങ്ങുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അപ്പോൾ നമ്മുടെ ഈ മാതാപിതാക്കളുടെ തമ്പുരാൻ നൽകിയ വലിയ ദാനമായ നമ്മൾ ഇന്ന് ഈ പുണ്യവാന്മാരുടെ സ്വർഗീയ മാധ്യസ്ഥ്യം യാചിച്ച് ഈ തിരുനാളിൽ പങ്കുചേരുമ്പോൾ ഈ ഒരു കാലം നാം ഓരോരുത്തരോടും ആവശ്യപ്പെടുന്ന ചില ദൗത്യങ്ങളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുവാൻ മാത്രമാണ് ഈ വചന സന്ദേശ വേദി ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇരട്ട പിറന്നവരായ ഈശോയിൽ വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബത്തിലുള്ളതും ഇടവകയിലുള്ളതും ഈ നാട്ടിലുള്ളതുമായ സാധാരണക്കാരായ വിശ്വാസികളെക്കാൾ കൂടുതൽ ഇരട്ടി വിശ്വാസം നമുക്ക് പ്രകടിപ്പിക്കാനുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ നിയോഗം. നമുക്ക് ഈശോയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഇരട്ടി ത്യാഗം ഏറ്റുവാങ്ങേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇരട്ടകൾ തമ്മിൽ വലിയ സ്നേഹമൊക്കെയാണ്. പക്ഷേ എപ്പോഴാ അടി കൂടുന്നതെന്ന് പറയാൻ പറ്റിയല്ല. ഭയങ്കര സ്നേഹമാണ്. പക്ഷെ തൊട്ടതിനും പിടിച്ചതിനും എപ്പോൾ വേണേലും പരസ്പരം വഴക്കുണ്ടാക്കുന്ന സഹോദരങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടനും അനിയനും ആങ്ങളെയും പെങ്ങളും ഒന്നുമല്ല, ഇരട്ടകളാണ്. ഇരട്ടകളെ വളർത്തുക എന്ന് പറയുന്നതിൻ്റെ അത്രയും വലിയൊരു പീഡാസഹനം മാതാപിതാക്കൾക്കില്ല. നമ്മൾക്ക് തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. പക്ഷേ സ്നേഹം മൂത്തു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ക്ഷമിക്കാനുള്ള ശേഷി കൂടുക വേണ്ടേ. പക്ഷെ ഇരട്ടകളെ സംബന്ധിച്ചിടത്തോളം ഒരു വാശിയാണ്. എന്താണ് ആ വാശി എന്നറിയാമോ? നീ അങ്ങ് ക്ഷമിക്ക്, നീ എനിക്ക് വേണ്ടി അങ്ങ് തോറ്റുതാ, നീ അങ്ങ് വിട്ടുതാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഉന്തും തള്ളും കശപിശയും ഞൊള്ളിപ്പറിയും ഒക്കെ നടത്തുന്ന ഒരു ബാല്യമുണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ. ഇവിടെ മുതിർന്ന ഇരട്ടകളൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ അച്ഛന്മാരാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാം ഈ ഇരട്ടകളുടെ സ്വാഭാവികമായി ഈ പ്രകൃതത്തിൽ നിന്ന് മാറിയല്ല വളർന്നത്. പക്ഷെ അതേസമയം നമ്മളെ രണ്ടുപേരെയും കൂടി ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ നമ്മൾ പെട്ടെന്ന് ഒറ്റക്കെട്ടാകും. ഞങ്ങളെ തൊട്ടു പോകരുത്, അവനെ തൊടരുത്, അല്ലെങ്കിൽ അവളെ തൊടരുത്, നമ്മൾ പരസ്പരം കാവലാകും. ഇത് നമ്മുടെ മാത്രമുള്ള ഒരു മാനസിക അവസ്ഥയാണ്. ഈ ഒരു മാനസിക അവസ്ഥയെ നമുക്ക് ആത്മീയമാക്കി എങ്ങനെ ഈശോയുടെ തിരുമുമ്പിൽ അർപ്പിക്കാം എന്ന് മാത്രമാണ് ഇന്നത്തെ ഈ തിരുനാൾ സന്ദേശത്തിൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പങ്കുവെക്കാനുള്ളത്. നമ്മൾ തമ്മിലുള്ള പരസ്പരമുള്ള പോരാട്ടം, നിന്നേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ പപ്പയെയും നമ്മുടെ പപ്പയും അമ്മയെയും നിന്നേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിക്കും, നിന്നേക്കാൾ കൂടുതൽ ഞാൻ അനുസരിക്കും, നിന്നേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ വീട്ടിൽ സേവനമർപ്പിക്കും, നിന്നേക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കും, ത്യാഗം ചെയ്യും. അത്തരത്തിൽ വിശ്വാസത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ തീക്ഷ്ണമായി ത്യാഗം ചെയ്യാനുള്ള വെല്ലുവിളി പരസ്പരം ഏറ്റെടുത്തുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ഒരു പുതിയ സമർപ്പണം നടത്തിയിട്ട് വേണം നമുക്ക് ഈ ബലിയിൽ നിന്ന്, ഈ തിരുനാളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങാൻ. അങ്ങനെയുള്ള എൻ്റെ സഹോദരങ്ങളെക്കാൾ കൂടുതൽ ഈശോയെ നിനക്ക് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റുവാങ്ങാൻ, നിനക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റുവാങ്ങാൻ, നിന്റെ വിശ്വാസത്തിന് വേണ്ടി എൻ്റെ സഹോദരങ്ങളെക്കാൾ കൂടുതൽ ത്യാഗം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് എന്ന് പറയുന്ന വിശ്വാസികളെ ഇന്ന് തമ്പുരാൻ അന്വേഷിച്ചിറങ്ങി നടക്കുന്ന ഒരു കാലമാണ്. കാരണം ഇന്ന് വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുന്ന വിശ്വാസികളെ കിട്ടാൻ പ്രയാസമായിരിക്കുന്ന ഒരു കാലമാണ്. ജീവിക്കാൻ വേണ്ടി വിശ്വാസവും സഭയും സഭയുടെ സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന നിരവധി പേരുണ്ട്. എന്നാൽ വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുവാൻ, വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ, സഭയുടെ അഭിമാനമാകുവാൻ, സഭയ്ക്ക് കാവലായി തീരുവാൻ, സഭ ഏതെങ്കിലും തരത്തിൽ, നമ്മുടെ വിശ്വാസം ഏതെങ്കിലും തരത്തിൽ മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ, ഏതെങ്കിലും ശത്രുക്കൾക്ക് നമ്മുടെ ഹൃദയ ഐക്യം തകർക്കണമെന്നുള്ള അജണ്ടയോടുകൂടി നമ്മെ സമീപിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് സഭയുടെ അഖണ്ഡതയ്ക്ക് വേണ്ടി, സഭയുടെ ആന്തരികമായ ഐക്യത്തിന് വേണ്ടി, വിശ്വാസത്തിന്റെ ചൈതന്യം പ്രസരിപ്പിക്കുന്ന സാക്ഷ്യത്തിനു വേണ്ടി എന്റെ സഹോദരങ്ങളെക്കാൾ കൂടുതൽ ഞാൻ ത്യാഗം ചെയ്തോളാം എന്ന് വിശുദ്ധ ഗർവാസീസിനെ പോലെയും വിശുദ്ധ പ്രോത്താസീസിനെ പോലെയും വിളിച്ചു പറയാനുള്ള, പ്രകടിപ്പിക്കാനുള്ള ധൈര്യം, വിശ്വാസത്തിന്റെ ധൈര്യമാണ് ഈ ഇരട്ട പുണ്യവാന്മാർ ഇരട്ടിയായി നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് ഇരട്ടകളാണ്
എങ്കിൽ നമ്മളത് ഏറ്റുവാങ്ങാനുള്ള ധൈര്യം ഉണ്ടാവണം. ഈശോയ്ക്ക് വേണ്ടി കൂടുതൽ ത്യാഗം ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ഈശോയ്ക്ക് വേണ്ടി ഇരട്ടി ത്യാഗം ചെയ്യാൻ, സഭയ്ക്ക് വേണ്ടി ഇരട്ടി സാക്ഷ്യം നൽകാൻ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം ഏറ്റുവാങ്ങുകയാണ്. കാരണം ഇന്ന് നമ്മുടെ സഭയുടെ ശത്രുക്കൾ സഭയുടെ കൂട്ടായ്മയുടെ അകത്തേക്ക് കയറി നിന്ന് നമ്മെ തമ്മിൽ വിഘടിപ്പിക്കുവാനും ഈശോയുടെ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ശാന്തതയുടെയും സൗമ്യതയുടെയും തോറ്റുകൊടുക്കലിന്റെയും ചെറുതാകലിന്റെയും വിശുദ്ധ കുർബാനയുടെയും ചൈതന്യം നമ്മളിൽ നിന്ന് നഷ്ടമാക്കി കളയുവാനും പരസ്പരം പോരടിപ്പിക്കുവാനും അങ്ങനെ ശത്രുക്കളെ സൃഷ്ടിക്കുവാനും ഒക്കെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ ഇരട്ടപ്പുണ്യവാന്മാരുടെ തിരുനാളിൽ ഇപ്പോൾ ഈ പുറത്ത് പെയ്തിറങ്ങുന്ന പെരുമഴ പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സാക്ഷ്യത്തിന്റെയും ചൈതന്യം കർത്താവ് വർഷിക്കട്ടെ എന്നതാണ് എന്റെ പ്രാർത്ഥന. അത്തരത്തിൽ ഇരട്ടി ചൈതന്യമുള്ള മക്കൾ ഈ സഭയിൽ ഉണ്ടാകണം, കുടുംബത്തിലുണ്ടാകണം. ഒരു ഫെയ്ത്ത് ചലഞ്ചുമായി, ഒരു സാക്രിഫൈസ് ചലഞ്ചുമായി, ഒരു സർവീസ് ചലഞ്ചുമായി നമുക്ക് നമ്മുടെ ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ പുണ്യവാന്മാരെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണർന്നെഴുന്നേൽക്കാം. ഒറ്റപ്പെടുത്തില്ല ഞാൻ എൻ്റെ സഭയെ, ഒറ്റപ്പെടുത്തില്ല ഞാൻ എൻ്റെ കുടുംബത്തെ, ഒറ്റപ്പെടുത്തില്ല ഞാൻ എൻ്റെ ഇടവകയെ, ഒറ്റപ്പെടുത്തില്ല ഞാൻ എൻ്റെ ക്രൈസ്തവ സമുദായ വിശ്വാസ സമൂഹത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമിപ്പിക്കാനും ഇരട്ടി ത്യാഗം ചെയ്യാനും ഇരട്ടി വിശ്വാസം പ്രകടിപ്പിക്കാനും ഈ വിശുദ്ധ പുണ്യവാന്മാർ നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. വിശുദ്ധ ഗർവാസീസിന്റെയും വിശുദ്ധ പ്രോട്ടാസീസിന്റെയും സ്വർഗീയ മാധ്യസ്ഥ്യം യാചിച്ചുകൊണ്ട് അങ്ങയുടെ തിരുസന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന ഈ മക്കളെ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ വിശ്വാസ സേനയായി ഈ ഇരട്ട സമൂഹത്തെ അങ്ങ് ഉയർത്തണമേ, ഉണർത്തണമേ. അങ്ങനെ ഞങ്ങൾ ഒറ്റപ്പെടുത്താൻ വേണ്ടി സഭയ്ക്ക് പരിസരത്ത് നിന്നുകൊണ്ട് ശത്രുക്കൾ നിരന്തരം പരിശ്രമിക്കുമ്പോൾ ഒരുമയുടെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സുവിശേഷ സാക്ഷ്യങ്ങളായി ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ധീരമായി പോരാടിക്കൊള്ളാമെന്ന് ഈ വിശുദ്ധ കുർബാനയുടെ കൃപാവരങ്ങൾ സ്വീകരിച്ച് പ്രതിജ്ഞയെടുത്ത് അങ്ങേക്ക് ജീവസാക്ഷികളായി മാറാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ആമേൻ.